നിരതയായിരുന്ന കന്യകയായ മറിയാമിന് മുൻപിൽ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷനായി ശ്ലോകം നൽകി ഇപ്രകാരം അരുളി ചെയ്തു: നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ഒരു ദൈവപുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. പരിവൃതയായ മറിയാമിനോട് എലിയുമായ ദൂതൻ തുടർന്ന് അരുളി ചെയ്തു: കന്യാത്വത്തിൽ നീ പ്രസവിച്ചിടുന്ന ദൈവപുത്രൻ ശാശ്വതമായ ലോകത്തിന് നാഥൻ ആയിത്തീരും. തുടർന്ന് ഗബ്രിയേൽ മാലാഖ ദാവീദ് ഗോത്രത്തിൽ പിറന്ന യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം അരുളി ചെയ്തു: അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ദിവ്യഗർഭം കയറിയ മറിയാമിനെ ദൈവനിർദ്ദേശപ്രകാരം ജോസഫ് വിവാഹം ചെയ്യുകയും അവർ ദൈവ പൈതലിന്റെ ജനനത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരുന്നു. റോമൻ ചക്രവർത്തിയായിരുന്ന അഗസ്ത്യസ് സീസറിന്റെ നിർദ്ദേശപ്രകാരം ജനസംഖ്യാ ഗണന രേഖപ്പെടുത്തുവാൻ വേണ്ടി പൂർണ്ണ ഗർഭിണിയായ മറിയാമിനെയും കൂട്ടി ജോസഫ് ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്തു. മഞ്ഞ് പെയ്യുന്ന തണുത്ത രാത്രിയിൽ ബേത്ലഹേമിൽ എത്തിയ മറിയാമിന് കലശലായ പ്രസവ വേദന അനുഭവപ്പെടുകയും എന്നാൽ അവർക്ക് പാർക്കാൻ ഒരു സത്രം ലഭ്യമാകാത്ത അവസ്ഥയുണ്ടായി. അതിനാൽ ദുഃഖിതനായ ജോസഫ് മറിയാമിനെ ചേർത്ത് പിടിച്ച് സത്രത്തിന് പിറകെയുള്ള കാലിത്തൊഴുത്തിൽ താൽക്കാലിക വാസം ഒരുക്കുകയും തലപ്പകറ്റാൻ വിറകുകൾ കൂട്ടി ആ കാലിത്തൊഴുത്തിന് മുൻപിൽ തീ കായുകയും ദൈവപുത്രന്റെ ജനനത്തിനായി വൈകോലുകൾ കൂട്ടി ഒരു പുൽത്തൊട്ടിൽ തയ്യാറാക്കുകയും ചെയ്തു. മഞ്ഞ് പെയ്യുന്ന തണുത്തുറഞ്ഞ ആ രാത്രി ആ കാലിത്തൊഴുത്തിൽ സർവലോകനാഥനായ കർത്താവായ യേശുക്രിസ്തുവിന് മറിയാം ജന്മം നൽകി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വവും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദൈവപുത്രന്റെ ജനനത്തിന് സാക്ഷിയായ ആഗ്രഹന്മാർ ദൈവജനത്തെ വാഴ്ത്തിപ്പാടുകയും ആനന്ദ നൃത്തം വെക്കുകയും ചെയ്തു. ദൈവത്തിനെടുത്ത് യാഥാർത്ഥ്യമാകുന്ന പ്രകാരം ആകാശത്ത് പ്രകാശപൂരിതമായ ഒരു നക്ഷത്രം ഉദിക്കുകയും ആ നക്ഷത്രത്തെ ദിശയാക്കി